ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു രുചിയോടുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും ഉണക്കമുളക്, വേപ്പില, നാരങ്ങ, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയാണ് കേട്ടോ നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും കൂടി നമുക്കൊരു പാനിലോട്ടായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഇതേപോലെ ഡ്രൈ ആയിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്കൊന്ന് ഒടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിന് വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ചെടുത്ത മുളകൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരുന്ന ഒരു ചുവന്നുള്ളിയില്ലേ, അതൊന്ന് ചതച്ചും കൂടി എടുക്കണേ. അതും കൂടി നമുക്ക് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ചൂടോടുകൂടിയുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് വാളംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ നാരങ്ങ നീരിൻ്റെ പകുതി ഭാഗമാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.